ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു കിട്ടില്ല സിനിമ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇത് ഞാൻ ആദ്യം തന്നെ പറയാം, മസ്റ്റ് തിയേറ്റർ വെച്ച നിങ്ങൾ തിയേറ്ററിൽ പോയി മാത്രം കാണുക. OTTക്ക് അന്ന് വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണുക. അതിലൊരു സിനിമയാണ് ഡയറക്ടർ ചെയ്ത് വെച്ചിട്ടുള്ള. ഡയറക്ടറിന് നമുക്ക് വലിയ സല്യൂട്ട് കൊടുക്കാം. അത്രയ്ക്ക് കിട്ടില്ല സിനിമ. ഡൊമിനിക് അരു എന്ന് പറയുന്ന ഡയറക്ടർ, അയ്യോ അങ്ങനെ കണ്ടിട്ട് രോമാഞ്ചമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരു സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അകത്തു. അപ്പോൾ ഡയറക്ടർ ഇന്ന് പിടിച്ചോന്ന് പറഞ്ഞു, നമ്മൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങേ അറ്റ ഒരു സാധനം തരും. അയ്യോ, ആ ഒരു സാധനമാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക്, ആക്ഷന്, ലൈറ്റിങ്, ബ്ലോക്കിങ്, സ്റ്റേജിങ് എല്ലാം കിടിലമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ കാണാനുമുണ്ട്. പണിയെടുത്തതൊക്കെ സ്ക്രീനിൽ കാണാൻ, വൃത്തിക്ക് സ്ക്രീനിൽ കാണാൻ. നമുക്ക് എന്തൊക്കെ സൗണ്ട് എല്ലാം കിടിലമായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂം തൊട്ട് ആടി മൂടി വരെ എല്ലാം കിടില സാധനങ്ങളാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഫീൽ ചെയ്യും. നമ്മൾ ആ വേൾഡിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് പോകും. അമ്മാതിരി ഒരു സിനിമയാണ്. പിന്നെ കല്യാണി പ്രിയദർശൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും, ആക്ഷനും, അയ്യോ ആക്ഷനൊക്കെ വമ്പ ആക്ഷനാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കിട്ടിയ സാധനങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്ഷനും. പിന്നെ അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ക്യാമിയോ ആണെങ്കിൽ ചെറിയ ക്യാമിയോസ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് ക്യാമിയോസ് ഉണ്ട്, എല്ലാ സാധനം. മറ്റേ അപ്പക്കുപ്പ ക്യാമിയോ ഒന്നുമല്ല, ക്യാമിയോ ഒക്കെ കിട്ടില്ല സാധനങ്ങളാണ്. ഞാൻ ഹൈപ്പൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ഇനി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്പോയിലർ ആവുമെന്നൊരു പേടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടിച്ച് പിടിച്ചൊക്കെയാണ് പറയണം. അത്രയ്ക്ക് ഒരു കിട്ടില്ല സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അപ്പുറം പറയണമെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എല്ലാം കൂടെ പറയും. അതുകൊണ്ട് നിങ്ങൾ പോയി സിനിമ കാണുക. കണ്ടിട്ട് അത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫീലാണ്. ഞാൻ ഇന്നലെ തന്നെ പോയി കണ്ടിരിക്കുന്ന ഒരു സിനിമ. ഇന്നലെ കാണാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമാണ്. പക്ഷെ ഇന്ന് കണ്ടപ്പം അയ്യോ എന്നാ സിനിമ. ഞാൻ ഉറപ്പായിട്ട് ഒരിക്കൽ കൂടെ പോയി കാണും മാക്സിമം. അങ്ങനെ ഒരു സിനിമയാണ് ഇത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഉറപ്പായിട്ട് തിയേറ്റർ വാച്ച്. ഇത് മറ്റേ ഷസാമേട്ടൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഷസാമേട്ടൻ്റെ റിവ്യൂ കണ്ട്. അതിൽ മറ്റേ പറഞ്ഞ് ആദ്യം പുള്ളിക്കാരൻ ഒരു സാധനം പറഞ്ഞു, ഈ ആക്ടേഴ്സിന് കൊടുക്കുന്ന പൈസയ്ക്ക് അടുത്ത് സിനിമയിലിട്ട് കഴിഞ്ഞാൽ സിനിമ വൃത്തിയാവും. സത്യം പറഞ്ഞാൽ സത്യം. ഈ ആക്ടേഴ്സിന് കൊടുക്കുന്ന പൈസയിൽ അത് സിനിമയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി സിനിമ എടുക്കാമെന്ന് ഈ സിനിമ തെളിയിച്ച്. അതിൽ സിനിമയാണ് ഗൈസ്. എല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ പോയി കാണുക ഗൈസ്. പിന്നെ എനിക്ക് ഇതിൻ്റെ അപ്പുറം പറഞ്ഞാൽ സ്പോയിലർ ആവും. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ പോയി കാണുക.